Atti city water pipi akam dikam boko. Atti city water pipi akam dikam boko. Atti city water pipi akam dikam boko. 1 2 3 6 7 8 9 4 പേരുണ്ട് 40 തവണ എണ്ണണം. ഞാൻ ഇപ്പൊ 20 വരെ എണ്ണി 40 ഒന്നുകൂടെ എണ്ണ 9 10 സാറ്റ് മൂട്ടി ഇരിക്കുന്നവനെ കവാലടിച്ചാൻ തിരിക്കും. സാറ്റ് മൂട്ടിൽ ഉണ്ട് ഞാൻ പറഞ്ഞോണ്ട് ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കലും. ഞാൻ എണ്ണി തീർന്നു. ഞാൻ വരുവാണേ. നിങ്ങൾ ഒളിച്ചാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. ഞാൻ വരുവാണേ. കഷ്ടം, 1/2 കിലോ ബുദ്ധി പോലും ദൈവം ഇവന് കൊടുത്തില്ല. അവന്മാര് കീഴടങ്ങി, പക്ഷെ ഞാൻ ഒരിക്കലും കീഴടങ്ങത്തില്ല. ഞാൻ അവന്മാർക്കിടയിൽ ഒരു മാസമായിട്ട് മാറും. നീ ഇനി എത്ര ശ്രമിച്ചാലും നീ വിനായനെ കണ്ടുപിടിക്കൂടാ. അവൻ ജനിച്ചതേ വിജയിക്കാൻ വേണ്ടിയാണ്. അവ ആ വാഴക്കിടയിൽ ഇരിപ്പുണ്ട്, പക്ഷെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. അവന്റെ ഷർട്ടും ആ വാഴയുടെ ഷർട്ടും ഒന്നാണ്. ഇവിടെ എന്തിരിക്കുന്ന ചുമ്മാ വാ കണ്ടുപിടിച്ച്. സാറ്റേ 2 സാറ്റാ പോടാ മൊണ്ണേ. നീ അലനെ കണ്ടുപിടിച്ചില്ലല്ലേ? നീ കണ്ടുപിടിച്ചാലേ ജയിക്കൂ, ഇല്ലെങ്കിൽ വീണ്ടും നീ തന്നെ എണ്ണും. പറയുന്ന പോലെ അവ എവിടെ പോയി ഒളിച്ച് ജയിക്കാൻ വേണ്ടി അവ ഏതറ്റം വരെ വേണേ പോവും. എന്നാലും ഈ ചെറുക്ക എവിടെ പോയി ഇരിക്കുന്നു? ഹാഷിറെ, നിനക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം ജംഗ്ഷനിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയാടാ ഞാനിപ്പോ ഓടുന്നത്. ഇത് റേഞ്ച് വേറെയാടാ. പറ്റുമെങ്കിൽ കണ്ടുപിടിക്ക്. ഞാൻ പറയുന്നത് ഈ ജനാധിപത്യമാണ് നല്ലത്. ഈ സോഷ്യലിസം ശരിയാണോ അളിയാ? ഇന്ത്യയിൽ അതല്ലേ ഇപ്പൊ ഉള്ളു. അളിയന്റെ ഒരു 300 രൂപ ഉണ്ട്. എന്നൊരു കവട്ട അടിച്ചാലാ? അയ്യോ എന്റെ ഇല്ല. നീ കട്ടയിടാണെങ്കിൽ ഞാൻ എടുക്കാം. ഞാൻ കട്ടയിടുമ്പോ അളിയൻ കുടിക്കണ്ട അളിയാ. അളിയ എന്ത് പയ്യ ഇപ്പോഴത്തെ പയ്യന്മാര് സൂപ്പറാണ് കേട്ടോ. ഭയങ്കര ഓട്ടമാണ്. മോനെ എവിടെ പോണ്ടാ? സാറ്റ് കളിച്ചിട്ട് ഒളിക്കാൻ വേണ്ടി ഓടുക. സാറ്റ് കളിച്ചിട്ട് ഒളിക്കാൻ ഓടുന്ന ഈ പയ്യന്മാര് സൂപ്പർ പയ്യന്മാരേട്ടാ. ഇതാണ് ജനാധിപത്യത്തിന്റെ കുഴപ്പം. സത്യം. ഇവന്മാർക്കൊക്കെ ഈ എന്തൊരു പയ്യൻ എനിക്കറിയാൻ വയ്യാട്ടാ. ഇവന്മാരിപ്പോ റോഡിരുന്നാട്ട് വെള്ളം ഓടിക്കുന്ന ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പാഷന്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്തെന്ന് അറിയുന്നത് നമ്മുടെ ഇടയിലാണ്ടാ. അതെന്ത്? പുറത്ത് പഠിക്കാൻ പോയപ്പോ അവന്മാർക്ക് വൃത്തിയുടെ സ്വഭാവടാ. അവന്മാരെ ഉള്ളി വെറുപ്പാണ് എന്റെ അടുത്ത്. വെറും വൃത്തിയുടെ സ്വഭാവം അവന്മാരൊക്കെ. ഞാൻ ഈ പുറത്തൊന്നും പഠിക്കാൻ പോകാത്തോണ്ട് എനിക്ക് കാര്യം അറിഞ്ഞോ. നീ തെളിച്ചു പറ. അവിടെ ഒരു ജെന്യൂനിറ്റി ഇല്ല. പക്ഷെ ഞാൻ കൊടുക്കുന്ന സ്നേഹം കറക്റ്റ് ആണ്. പക്ഷെ അവർ തിരിച്ച് കറക്റ്റല്ല തരുന്നത്. നീ കൂട്ടുകാരെ പ്രേമിച്ചെന്നാണോ? എന്താണ് എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ തേങ്ങയുടെ എഴുതി വിടുന്ന അതൊന്നും അല്ല. രാത്രി ഫുഡ് വെച്ചിട്ട് ഞാൻ വീട്ടിൽ ഒന്ന് കയറിയപ്പോഴേ സ്പ്ലിറ്റ് ഇട്ടേക്കുന്നു. ഇന്നേ വരെ നിനക്കറിയാലോ ആശ്രയ, നമ്മൾ ചോദിച്ചിട്ടില്ല. ഇതാണ് മച്ചാനെ, നമ്മൾ ഇന്നേ വരെ പൈസയുടെ കാര്യം പറഞ്ഞാൽ അടികൂടിയിട്ടുണ്ടോ? 2 പ്രാവശ്യം അടികൂടി. അപ്പൊ തന്നെ സോൾവ് ആക്കിയല്ലോ നമ്മള്. യെസ്, ഫാക്ട്. നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കോ? ഇവന്മാർ അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലിട്ടുകൊണ്ട് നടന്നോളെ. പക്ഷെ നമ്മളൊക്കെ ചിരിക്കും. എന്നെ കൊണ്ടത് പറ്റൂല കേട്ടോ. നമ്മളെ ഈ നാട്, നമ്മളിവിടുത്തെ മനുഷ്യര്, ഇതാണ് സ്വർഗം. നമ്മളെ പറ്റി ആരെങ്കിലും ഇവിടെ കുറ്റം പറയണോ എന്തേലും? നീ പഠിത്തം നിർത്തിയിട്ട് നാട്ടിലോട്ട് വാ. എന്നിട്ട് ജോലി നിന്റെ അച്ഛൻ വാങ്ങി തരൂ? ജോലി ഒന്നും വാങ്ങി തരത്തില്ല. പക്ഷെ 3 നേരം കഴിക്കാനുള്ള ആഹാരം ഞാൻ എന്റെ വീട്ടിൽ നിനക്ക് അറേഞ്ച് ചെയ്ത് തരും. സ്നേഹിച്ച് കൊല്ലി ഇവിടെ ഉള്ളവന്മാരെന്നെ. എടാ നീ അവന്മാരെ നാട് കാണിക്കാൻ വിളി, എന്നിട്ട് നമുക്ക് ഇവിടെ ഇടിക്കാം അവന്മാരെ. വേണ്ട. ഇനി അവന്മാരെ ഹോസ്പിറ്റൽ ചെലവ് അവന്മാരെല്ലാം കൂടെ കൂട്ടിയിട്ട് അതും സ്പ്ലിറ്റ് ഇട്ട് കളയും. ഓ അത് കാര്യമായല്ലേ ഞാൻ പുറത്ത് പഠിക്കാൻ പോവാത്ത. 2 ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ അവിടെ ഉള്ളവന്മാര്. അവന്മാർ 2 പേരും നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു പെണ്ണിനാണ് നോക്കുന്നത്. എന്താടാ അത്? അവന്മാര് മൃഗത്തിനൊരു പൊസസീവ്നെസ് അടിക്കും. ഇവന്മാര് ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ചേടാ അത് എങ്ങനെ ശരിയാവും? എന്നാലും എന്റെ ഒരു കൂട്ടുകാരൻ 75 വയസ്സായ അമ്മൂമ്മയായിട്ട് റിലേഷനാണ്. അതെന്തിനാ ചാവുമ്പോ അവരുടെ അടുത്ത് കുഴിച്ചിടാൻ അവൻ ഈ റിലേഷൻ? നിനക്കൊരു കാര്യം അറിയോ? നമ്മളെ നാട്ടില് ഈ പോത്തിന്റെ അത്ര ജെന്യൂനിറ്റി പോലും അവന്മാർക്ക് അവിടെ ഇല്ല. നമ്മള് ഭാഗ്യം ചെയ്തവന്മാരാണ് അളിയാ. നല്ല ഫ്രണ്ട്സ് അല്ലേ നമ്മള്. ഒരു 2 ദിവസം ലീവ് കിട്ടിയാലും ഞാൻ അവിടെ നിന്ന് ഓടിയിരുന്ന എന്താണ്? നിങ്ങളൊക്കെ അടിപൊളി. മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും. അപ്പൊ പറഞ്ഞറിയാലോ, എന്റെ കൂടെ നിന്നോണം. നീ അവളെ മുന്നേ ഹീറോയും, നമ്മൾ അവളെ മുന്നേ സീറോയും. അവള് വന്ന് കയറുമ്പോ അവളെ റാഗ് ചെയ്ത് അവളെ പേടിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ വില്ലനായിട്ട് നിൽക്കുമ്പോ അവളെ രക്ഷിക്കാൻ വേണ്ടി ആര് വരും? നീ വരും. പേടിച്ചിന്ന് പെടുക്കും. നിന്റെ പേരെഴുതി വെക്കും. അതൊന്നും വേണ്ട. ഉണ്ടായി നീ വെറും വൃത്തിയായിട്ട് സംസാരം. ഞാനേ സൗണ്ട് മാറ്റി സംസാരിച്ചേ. എടി പിന്നെ നമ്മൾ ഇവിടെ ഉണ്ട്. അല്ല ഒരു വ്യത്യാസമില്ല. മിണ്ടായി. എന്താ
കബഡി പ്ലേയേഴ്സ് ആടി നമ്മള് കബഡി തന്നെ നീ എവിടെ പോണ്ടി കയ്യിലേ കൊടുത്ത് ഫസ്റ്റ് ഇയർ എന്നാണൊക്കെ അറിഞ്ഞൂടെ പിടിച്ചാൻ പൊതിച്ചളയും ഞാൻ പിടിച്ച് ചെരവിക്കളയും ഞാൻ തേങ്ങ കച്ചവടം നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോട്ട് നിനക്ക് നമ്മൾ അറിയാം ഇവിടെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ചോറ് കട്ട് തിന്നാൻ ചോറുണ്ടെന്ന് പേരുള്ളവന്മാരാണ് നമ്മള്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നുപോയി, സോറി. ഞാൻ നാളെ ചോറ് കൊണ്ടുതരാം. ചോറ് വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്ന നീ കൊച്ച. നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരത്തില്ലടി. ഇവിടെ ഇപ്പൊ ആര് വന്നാൽ തന്നെ ഒരുത്തനെ ഞങ്ങൾ വക വെക്കൂല. അതാണ് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളു. എടി പ്രിൻസിപ്പാളിന്റെ കസരടല് ഗുണ്ട് പൊട്ടിച്ച കേസ് എന്റെ ഇപ്പോഴും കിടന്നു. ഞാനും ഉണ്ടായില്ല. അതുപോലും ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ ഇടയ്ക്കാണ് നീ വന്ന് ഈ ചുരപ്പ് കാണിക്കുന്ന. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങളെ കൊണ്ട്? അത് എന്റെ ഈ അപ്പൂപ്പന്റെ വഴി. അയ്യോ അയ്യോ സോറി. താങ്ക്സ് ഒന്നും വേണ്ട. മൈ നെയിം ഈസ് ഹാഷ്യം. ഇവിടുത്തെ സീനിയർ ആണ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? അടിപൊളി, നാച്ചുറൽ. ഇങ്ങനെയുള്ളമാര് എപ്പോഴും റോഡിൽ വരും. കുട്ടി പേടിക്കണ്ട. പേരെന്താണ്? അഞ്ജലി. എനിക്കറിയാം, എല്ലാം അറിയാം കുട്ടിയെ പറ്റി. അവൻ ഉമ്മച്ചളയുന്നോ ഭ്രാന്തനാണ് അവൻ. എന്റെ നമ്പർ ടോയ്ലറ്റിന്റെ ബാക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? റിലേഷൻഷിപ്പ് ഉണ്ടോ? റിലേഷൻഷിപ്പ് ഉണ്ട്. അതെ, കമ്മിറ്റിയാണ്. എത്ര വർഷം? 5 വർഷം. പെങ്ങള് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഇക്കാട അടുത്ത ആളാണ് നമ്മൾ അറിഞ്ഞത്. ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. ഇക്ക മൈൻഡ് ആയിട്ടില്ല. നിർത്ത്. എന്ത്? ആക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ നാടകം കളിച്ച അറിയാല, നമ്മളാണ് കോളേജിൽ സൂപ്പർ. ഇനി ഏതൊക്കെ ബാച്ച് പരിപാടി ഇറക്കിയാലും നമ്മൾ അത്ര വരൂല. ഓക്കെ, ഇത്തവണത്തെ ഫ്രഷേഴ്സ് ഡേ ടീം സെബ്ലാസ്കി കൊണ്ടുപോയെന്ന് ഓരോരുത്തരും വായിന്ന് മുഴങ്ങണം. ടീം സെബ്ലാസ്കി. എന്ത് സ്റ്റെപ്പാണ് നമ്മൾ ഇട്ടത്? ഒരു മാങ്ങാണ്ടി ഡാൻസിനെ പറ്റി അറിഞ്ഞുകൂടെങ്കിലും എന്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ. നീ ഒരുത്തനെ കുറിച്ച് പേടിക്കേണ്ട ആശ്രയം. നീ സ്റ്റേജിൽ കിടന്ന് ആടണം നാളെ ദിവസം. സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമ്പോ സാറന്മാര് ചിലപ്പോ ഇറങ്ങി പോവാൻ പറയും. കാര്യം നമ്മൾ ഡാൻസ് നാളെ സബ്ലാസ്കി അല്ലടാ, സബ്ലാസ്കി. പിന്നെ ഒരു പ്രത്യേക കാര്യം, നാളെ ഇൻസ്റ്റ ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആന്ധ്ര നാളെ ജൂനിയേഴ്സിന്റെ മെസ്സേജ് ഒന്നും അറിയില്ല നമുക്ക്. പിന്നെ ഹാഷിർ, നിനക്ക് കിട്ടുന്ന 10 കൈയടിയിൽ 5 കൈയടി ഞാൻ കൊണ്ടുപോകും. എന്റെ ഒരു മെയ് വഴക്കവും അതൊന്നും ഇല്ലാതെ ഡാൻസ് പൂർണ്ണമാവില്ലല്ലോ. നാളെ എനിക്ക് കിട്ടുന്ന കൈയടിന്ന് ഒരു 5 കൈയടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഷുവറാണ്. നാളെ താരപോമാ ബഹളം. ഇന്ന് എങ്ങനെ ഉറങ്ങൂടാ നമ്മള് രാത്രി? ഓ പിള്ളേര് പേപ്പറൊക്കെ ചുരുട്ടി കിടന്ന് ആലോചിച്ച് വെക്കണ്ടാ. അപ്പൊ നാളെ സെബ്ലാസ്കി. എന്താണ്ടാ പുറത്ത് തട്ടുന്ന ഒരു സാധനം? ജട്ടി ഒന്നും ഉണങ്ങുന്നില്ലെന്നേ. ഓ, ആശ്ചര്യപരമായ സാഹചര്യം അറിഞ്ഞ് കളിക്കണം കേട്ടോ. എവിടെ പോണേ? ചായ കുടിക്കാൻ. നീ എത്ര കടിയെടുത്ത്? 8. 8 കൊടിയോ? ഇതൊക്കെ മനുഷ്യന്മാര് തന്നെ, വല്ലാത്തൊരു തീറ്റി. നീ എത്ര കടിയെടുത്ത്? 7. ഈ ഷെൽഫ് നിറച്ച് കടികളായിരുന്നു, തുടച്ച് നക്കി തീർത്തവന്മാര്. അടുത്ത എന്താണ്? അടുത്ത മീൻ പിടുത്തം. ഒരു മീനില്ലല്ലോ. ഒറ്റ മീനില്ല. കത്തി ഉണ്ടായിരുന്നെ വെട്ടിപ്പിടിച്ചേരാ. വെട്ടിപ്പിടിക്കാതെ ടിപ്പു സുൽത്താനാ. മഴ സമയത്ത് ഓരോ ശമാശകള് അല്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? കുളിക്കാൻ പോയല്ലോ. വേണ്ട, അത് കൊള്ളത്തില്ല, അഴുക്ക വെള്ളം. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പോവാ. എല്ലാരും വിളിച്ചു. അതൊന്നും വേണ്ട. മലയുടെ മണ്ടയിലും പോയി മഴ ആസ്വദിക്കും. എന്തിനാണ് ഇടിമിന്നലടിച്ച് ചാവാനാ? അതൊന്നും വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ നമ്മൾ പോയി കഴിച്ച ചായക്കടയിൽ ഇപ്പൊ 2ാമത് ഉള്ളിയോടെ ഇട്ടെന്ന് തോന്നുന്നു. അത് പോയി കഴിച്ചാലോ? ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. ഇന്നെന്റെ സ്റ്റൈലല്ല, സ്റ്റൈലിനത്തെ ഫിഗറല്ലേ. പച്ചമാങ്ങ നാട്ടുമാവില മാങ്ങ. എന്തിനിവിടെ കിട്ടേക്കുന്ന? ഇവിടെ സേഫ് അല്ല. എനിക്ക് തന്നെ എന്ത് ഇഷ്ടമെന്നറിയോ? എത്ര നാട്ട് പറയുന്നു ഒന്ന് പുറത്തിറങ്ങാന്ന്. ഇവിടെ സേഫ് ആണോ? ഇവിടെ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പ്രൈവസി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുവരും.
നോക്കുന്നു? റൊമാൻസ്. എന്താണ് റൊമാൻസ്. ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ്. ഞാൻ എന്ത് കാരണം അപ്പൊ ചോദിച്ചോളൂ, ഒരു ഉമ്മ തരൂ. 140 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് വന്നല്ലേ, ഉമ്മെങ്കിലും താ. ഒരു ഉമ്മാടി കല്യാണം കഴിഞ്ഞിട്ടാ 10,000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു വന്നത് ഒരു ഉമ്മതാടി. എനിക്ക് എന്തെങ്കിലും ഒരു മെമ്മറീസ് എന്തെങ്കിലും വേണ്ട. ഇത് എന്താ ഇത്? ഒന്നുമില്ലേ? ഒരു ഉമ്മ വേറൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു ഉമ്മ എനിക്ക് തന്നൂടെ? ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് എന്റെ ഓരോ കൂട്ടുകാര് കുത്തി മറിയാണ്. എവിടെ കളഞ്ഞിട്ട് പോണടി? നിനക്ക് തിന്നാൻ വേണ്ടി ഫുഡ് ഓർഡർ കൊടുത്തില്ലേ? അത് വാങ്ങിക്കൂടെ? നിന്റെ അണ്ണാക്കി തിരിവണ്ടേ? ഞാൻ പോയി വാങ്ങിട്ട് വരാം കേട്ടാ. ഞാനേ നട്ടലുള്ളവനാ. ഞാൻ കൂടുതൽ നടന്ന് കഞ്ചത്തൊന്നുമില്ല. ഒരു ഉമ്മ തരൂ. ഇത് സ്ഥലം അറിയോടാ? ഇല്ല, അറിയത്തില്ല. ഇതാണ് നസുക്കമുക്ക്. ഓ ശരി. എന്തേട്ടാ? ഇവിടെ ഒരുപാട് നേരം ഒന്നും കിടക്കാൻ പറ്റൂല. ഒരുപാട് നേരം ഒന്നുമില്ല, നമ്മളിപ്പോ പോവും. അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. മീൻ മുറിക്കുന്നിടത്ത് പൂച്ച വന്നിരിക്കുന്ന കൊറേ വന്ന് നിൽക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണത്. അവളെ കൊണ്ട് ഞാൻ പലയിടത്ത് പോവുകയും ചെയ്യും. ഒന്നും തിരക്കാൻ നീ വരണ്ട കേട്ടാ. ചേട്ടാ, എനിക്ക് കാര്യം പറയാനുണ്ട്. ഹലോ, ആ ചിരിച്ചോണ്ടിരിക്കുന്നു. അണ്ണൻ ചിരിച്ചോണ്ടിരുന്നപ്പോ നീ പോയെന്താടാ? വട്ടമല്ലോ ആണെന്ന് തോന്നുന്നു. ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നു. നീ ഒന്ന് പറയണോ അണ്ണ ചിരി നിർത്താൻ? ഇറങ്ങി വാടാ അങ്ങോട്ട്. അണ്ണാ ചിരി നിർത്ത്. നീക്ക് എന്താ ഇരുന്ന് പറയുന്ന? ഞേങ്ങയെന്നാ ഒരുത്തിയാണെങ്കിൽ ഒരു ഉമ്മ വരുന്നില്ല. ഒരുത്തന്മാർ ഇവിടെ ഒന്ന് പ്രാന്ത് കാണിക്കുന്നു. കൊച്ചെ, ആ ചെറുക്കൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു കൊടു കേട്ടോ. എനിക്കൊരു കാര്യം, ഇവര് ചിരിച്ചോടങ്ങിട്ട് ചിരി നിർത്തിയില്ല. ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ ചിരി നിർത്തിയ. അത്രയും നല്ല മനുഷ്യര്. ചിരി നിർത്തണം, ചിരി നിർത്തും. മോനെ ഒരു ടിഷ്യൂ എടുത്തരോ? ആണെങ്കിൽ ചിരിക്കാൻ മാത്രമേ അറിയൂ. വേറെ സംസാരിക്കില്ല. പിന്നെ സുധിയെന്ന് വിളിക്കും. പോട്ടെ, താങ്ക് യു. കൊറേ വിവരം ഇല്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ ഒന്ന് ജനിച്ച്. അണ്ണാ ഫസ്റ്റ് അടിക്ക് ബോധം പോണേ. ഫസ്റ്റ് അടിക്ക് ചാവനെ പാറ്റ തന്നെ അടിച്ചോല്ലുന്ന പാറ്റ. നീ ആ ചെറുക്കന് തമ്മിലുള്ള പ്രശ്നം എന്തോന്ന്? അവ എന്നോക്കി ചിരിച്ചില്ല. എന്തോന്ന്? സത്യമായിട്ടും അവ എന്നോക്കി ചിരിച്ചില്ല. ഞാൻ നീ ആഗ്രഹിച്ചൊരു ഗുണ്ട ലൈഫാണ് ആളെ ആശ്രയിച്ചപ്പോ. എന്റെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഇടികളായിരുന്നു. ഗ്യാങ് വാറുകള് വരുന്ന ഫുള്ള് മാന്തിയില്ല പിച്ചിയില്ല എന്നൊക്കെ പറഞ്ഞാണ്. എന്ത് ചെയ്യട്ട് പുള്ളി. ഞാനും നീ മാത്രമായിട്ട് എവിടെ പോയി ഗ്യാങ് വാർ നടത്താൻ? ഇപ്പൊ നീ പറഞ്ഞതിനുള്ള ഉത്തരം എന്റെ വായിന്ന് കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും സുഖം കിട്ടോ? ഇല്ലല്ല, ഇത് ശ്രദ്ധിക്കാം. ചേട്ടാ, ദോ അവൻ വരുന്ന അടി തുടങ്ങിക്കോ. ഇത്രയും പല്ലെടുത്ത് വെളിയിട്ട് ചിരിക്കുന്നോണ്ടാണ് ഇവനെ നോക്കി ചിരിച്ചില്ലെന്ന് പറയുന്ന. ചിലപ്പോ അവ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കും ഇവൻ പറഞ്ഞത് ചിരിച്ചില്ലെന്ന്. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, പുതിയതായിരിക്കും അല്ലേ? ആ, നമ്മളിവിടെ പുതിയതാ. അത് പോട്ടെ, നിങ്ങളെന്താ ഇവിടെ? അത് ബ്രോനെ ഇടിച്ച് നോക്കാൻ വന്നത്. ഇതെടുത്ത് കുത്തു ബ്രോ. വീട്ടിൽ പോയി ആപ്പിള് കണ്ടിച്ച് തിന്ന ആൾക്കാർ. ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. നീയൊക്കെ ഇവിടെ എന്തോന്ന് കാണിച്ചത്? അത് നല്ലൊരു പയ്യൻറാ. എന്നാ നീ എന്റെ പെങ്ങൾക്ക് അടിച്ചു വിടറാ. പെങ്ങളെ പറയുന്നടാ. പെങ്ങളില്ല, 3 ആങ്ങളമാരാ. സോറി, ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി വെറുതെ അടി കൂടിയല്ല. എനിക്കിന്ന് അവനെ അടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വാങ്ങി പൈസ തിരിച്ചാ. നിങ്ങളെന്താ മുഖത്ത് തോർത്തിട്ട്? ആക്കമ്മളെ മനസ്സിലായടാ. ഞങ്ങളൊരു കാര്യം പറയാം. കൊഞ്ചി കുഴയും നോക്കിയാണ് പിടിച്ചിട്ട് ഇടിക്കാനുള്ളത്. ബ്രോ ഇനി എല്ലാരെയും നോക്കി ചിരിക്കണം. ഞാൻ എല്ലാരും ചിരിയാണ് ബ്രോ. ചിരി നോക്കിയാണ്. യവന്മാരിത് എന്ത് ഇടിക്കാത്ത? എന്നാ പിന്നെ ഞാൻ പോട്ടോ ബ്രോ. ഏയ്, ഒരു ഫൈറ്റും കൂടെ ഉണ്ട് കേട്ടോ.